ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ് പഠിച്ചത്. 3 മെത്തേഡ് ഉപയോഗിച്ച് പ്യൂരിഫിക്കേഷൻ നടത്തുക നമ്മൾ പറഞ്ഞു. ഡയാലിസിസ് വഴി ചെയ്യാം, ഇലക്ട്രോ ഡയാലിസിസ് വഴി പ്യൂരിഫൈ ചെയ്യാം. അതോടൊപ്പം തന്നെ തേർഡ് മെത്തേഡ് ഏതായിരുന്നു? അൾട്രാ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചും നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ സൊല്യൂഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഡയലൂട്ട് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബട്ട് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ. അപ്പോൾ ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്രൂ സൊല്യൂഷനേക്കാട്ടിലും അവരുടെ സൈസ് എങ്ങനെയായിരിക്കും? വലുതായിരിക്കും. ട്രൂ സൊല്യൂഷനേക്കാൾ സൈസ് വലുതായതുകൊണ്ട് കൊളോയിഡൽ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ട്രൂ സൊല്യൂഷനെ അപേക്ഷിച്ച് കുറവായിരിക്കും. സൈസ് കൂടുതലാകുമ്പം സൊല്യൂഷനകത്തുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയൂലേ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് അവിടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും? ട്രൂ സൊല്യൂഷനേക്കാട്ടിലും കുറവായിരിക്കും കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ. അപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ബീയിങ് ബിഗർ അഗ്രിഗേറ്റ്സ്, the number of particles in a colloidal solution is comparatively small as compared to a true solution. ഇപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കുറേ ആറ്റംസ് ജോയിൻ ചെയ്ത് ഫോം ചെയ്തേക്കുന്നതായതുകൊണ്ട് ട്രൂ സൊല്യൂഷനെ അപേക്ഷിച്ച് അവർ വലുപ്പം കൂടിയവരാണ്. അതുകൊണ്ട് തന്നെ ട്രൂ സൊല്യൂഷനെ അപേക്ഷിച്ച് പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനകത്തുള്ള ഇവരുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസും കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഡയറക്റ്റ് റിലേഷൻഷിപ്പിലായതുകൊണ്ട് അവരുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? കുറയും. ഹെൻസ് ദ വാല്യൂസ് ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ഓഫ് സ്മോൾ ഓർഡർ ആസ് കമ്പയർഡ് ടു വാല്യൂസ് ഷോൺ ബൈ ട്രൂ സൊല്യൂഷൻസ് അറ്റ് സെയിം കോൺസെൻട്രേഷൻ. ഇനി ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഓപ്റ്റിക്സ് മീൻസ് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മളൊരു കൊളോയിഡൽ സൊല്യൂഷൻ ഒരു ട്രഫിൽ എടുത്തിട്ടുണ്ട്. അതിലൂടെ ഒരു ബീം ഓഫ് ലൈറ്റ് കടത്തിവിടുക. ബീം ഓഫ് ലൈറ്റ് കടത്തിവിടുമ്പോൾ ആ ബീം കടന്നു പോയ പാത നമുക്ക് ഒരു ഫെയിൻറ്റ് ബ്ലൂയിഷ് ലൈറ്റ് കൊണ്ട് കത്താൻ തുടങ്ങും. അത് ഫെയിൻറ്റ് ബ്ലൂയിഷ് ലൈറ്റ് ആ പാത്ത് വിസിബിൾ ആക്കാൻ തുടങ്ങും. അപ്പോൾ അതിനുള്ള കാരണം ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ പാത്തിന് പറഞ്ഞ പേരാണ്, അല്ലെങ്കിൽ ദ ബ്രൈറ്റ് കോൺ ഓഫ് ദ ലൈറ്റ് ഇസ് കോൾഡ് ടിൻഡാൽ കോൺ. ആ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ് ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ വെൻ എ ബീം ഓഫ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ കൊളോയിഡൽ സൊല്യൂഷൻ ദ പാത്ത് ഓഫ് ദ ലൈറ്റ് ബിക്കംസ് വിസിബിൾ ഇൻ സോൾ. ദിസ് ഈസ് ഡ്യൂ ടു the scattering of light by colloidal particles. The phenomena of scattering of light by colloidal particles, as a result of which the path of the light becomes visible, is called Tyndall effect. This effect was observed by Faraday and later studied in detail by Tyndall and is termed as Tyndall effect. The bright cone of light is called Tyndall cone. അപ്പോൾ ടിൻഡാൽ ഇഫക്റ്റ് എന്താണ്? കൊളോയിഡൽ സൊല്യൂഷനിലൂടെ ഒരു ബീം ഓഫ് ലൈറ്റ് കടത്തി വിടുമ്പം അത് പോകുന്ന പാത്ത് വിസിബിളായിട്ട് വരാൻ തുടങ്ങും. അതിനുള്ള കാരണം കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ് എന്ത് പറയുക? ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ടിൻഡാൽ ബ്രൈറ്റ് കോൺ ഓഫ് ലൈറ്റിന് പറഞ്ഞ പേരാണ് Tyndall cone. But when a beam of light is passed through a colloidal solution, the path of the light becomes visible in the soul. This is due to the scattering of light by colloidal particles. The phenomena vanna perana Tyndall effect. The scattering of light by colloidal particles is called Tyndall effect, and the bright cone of light is called Tyndall cone. ഇനി Tyndall effect നടക്കണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടീഷൻ, ദ ഡയമീറ്റർ ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഈസ് നോട്ട് മച്ച് സ്മോളർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ പാർട്ടിക്കിൾ ഡയമീറ്ററും തമ്മിൽ
ഒരുപാട് വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല, ഒരുപാട് ചെറുതാവാൻ പാടില്ല. അപ്പോൾ ദ ഡയമീറ്റർ ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഈസ് നോട്ട് മച്ച് സ്മോളർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. രണ്ടാമത്തത്, ദ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഡിഫർ ഗ്രേറ്റ്ലി ഇൻ മാഗ്നിറ്റ്യൂഡ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ദ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഷുഡ് ഡിഫർ ഗ്രേറ്റ്ലി ഇൻ മാഗ്നിറ്റ്യൂഡ്. ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ടിൻഡാൽ ഇഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്താ? അത് അൾട്രാ മൈക്രോസ്കോപ്പിലാണ് ഉപയോഗിക്കുന്നത്. സിഗ്സാഗ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൾട്രാ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടിൻഡാൽ ഇഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് അൾട്രാ മൈക്രോസ്കോപ്പിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സിഗ്സാഗ് മോഷൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Tyndall effect is used in the setting of ultra microscope, which is used to view the zigzag motion of colloidal particles. അപ്പോൾ ടിൻഡാൽ ഇഫക്റ്റ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് കരുതുന്ന പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനും കൂടെ കാണിച്ചു തരാം. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അതായത് ഹെഡ്ലൈറ്റ്സ് ഇൻ ദ ഫോഗ്, മഞ്ഞുള്ള സ്ഥലത്തോടെ പോകുമ്പോൾ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നത് കൊളോയിഡും സൊല്യൂഷനും ഫോഗും. ഇനി അടുത്തത് നോക്കാം, കൊളോയിഡൽ സൊല്യൂഷൻ, അതിലൂടെ ബീം ഓഫ് ലൈറ്റ് കടത്തി വിടുമ്പോൾ ടിൻഡാൽ കോൺ വന്നേക്കുന്നത് കണ്ടോ? അപ്പോൾ ഇതാണ് ടിൻഡാൽ ഇഫക്റ്റ്. അപ്പോൾ ടിൻഡാൽ ഇഫക്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താ? കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി കളർ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് എങ്ങനെയെന്ന് നോക്കാം. ദ കളർ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് സ്കാറ്റേർഡ് ബൈ ദ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ്. ഇപ്പോൾ കൊളോയിഡൽ സൊല്യൂഷൻ്റെ കളർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആ കൊളോയിഡൽ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഫർദർ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദ പാർട്ടിക്കിൾസ്. ഈ വേവ് ലെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദ പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ കളർ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ഓൾസോ ചേഞ്ചസ് വിത്ത് ദ മാനർ ഇൻ വിച്ച് ദ ഒബ്സർവർ റിസീവ്സ് ദ ലൈറ്റ്. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളെയാണ് കളർ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന്, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് സ്കാറ്റേർഡ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഈ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദ പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദ കളർ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ഓൾസോ ചേഞ്ചസ് വിത്ത് ദ മാനർ ഇൻ വിച്ച് ദ ഒബ്സർവർ റിസീവ്സ് ദ ലൈറ്റ്. ഒബ്സർവർ ലൈറ്റിനെ റിസീവ് ചെയ്യുന്നത് എങ്ങനെ എന്നതിനെ കൂടി അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഫൈനസ്റ്റ് ഗോൾഡ് സോൾ ഈസ് റെഡ് ഇൻ കളർ. ആസ് ദ സൈസ് ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ് ഇറ്റ് അപ്പിയേഴ്സ് പേർപ്പിൾ, ദെൻ ബ്ലൂ ആൻഡ് ഫൈനലി ഗോൾഡൻ. ഇപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതിന് ഒരു എക്സാമ്പിളായത് ഗോൾഡ് സോൾ ശരിക്കും റെഡ് ഇൻ കളറാണ്, പക്ഷേ പാർട്ടിക്കിളിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് അത് പർപ്പിളും ബ്ലൂവും ഗോൾഡനുമായി മാറുകയാണ് ചെയ്യുന്നത്. സൈസ് ഡിപ്പെൻഡൻറ്റ് ചേഞ്ച് ഓഫ് കളർ ഇൻ ഗോൾഡ് സൊല്യൂഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഗോൾഡ് സൊല്യൂഷൻ്റെ കളർ മാറി മാറി വരുന്നതാണ് ഈ പിക്ചറിനകത്ത് കാണിച്ചിരിക്കുന്നത്. അടുത്ത ഇപ്പോൾ നമ്മൾ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടി പഠിച്ചു. ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടിയിൽ വന്നതാണ് ടിൻഡാൽ ഇഫക്റ്റ്. ഇനി അടുത്തത് മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ദ സിഗ്സാഗ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. ദിസ് വാസ് ഒബ്സർവ്ഡ് ബൈ British botanist Robert Brown and is known as Brownian movement. Smaller the size and lesser the viscosity, faster is the motion. Smaller the size and lesser the viscosity, faster is the motion. Viscosity കുറയുമ്പോൾ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കൂടുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അങ്ങോട്ട് തെറിച്ച് ഇങ്ങോട്ട് തെറിച്ച് യാതൊരു ഓർഡറും ഇല്ലാതെ സിഗ്സാഗ് ആയിട്ടുള്ള മോഷൻ, ആ മോഷന് പറഞ്ഞ പേരാണ് ബംബാർഡ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് വരുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. അത് ആ മോഷൻ എന്താ പേര് പറയുക? ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ദ കണ്ടിന്യൂസ് സിഗ്സാഗ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. സ്മോളർ ദ സൈസ് ആൻഡ് ലെസ്സർ ദ വിസ്കോസിറ്റി, ഫാസ്റ്റർ ഇസ് ദ മോഷൻ. ഇനി ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? It is due to the unbalanced bombardment of the particles by the molecules of the dispersion medium. ഇപ്പോൾ ഈ മോളിക്യൂൾസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഈ ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ അത് തെറിച്ച് പല ഡയറക്ഷനിലേക്ക് അങ്ങനെ നീങ്ങിപ്പോകണം. അങ്ങനെയാണ് അവിടെ ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. The Brownian movement has a stirring effect which does not permit the particles to settle and thus is responsible for the stability of salts. ഇപ്പോൾ
Brownian movement has been explained to be due to the unbalanced bombardment of the particles by the molecules of the dispersion medium. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയത്തിലുള്ള മോളിക്യൂൾസിൻ്റെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ബംബാർഡ്മെൻറ്റ് കൊളീഷൻ വിത്ത് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ് എന്തുണ്ടാവാനുള്ള കാരണം ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള കാരണം. Brownian movement has a stirring effect which does not permit the particles to settle and thus is responsible for the stability of salts. ഈ ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് അത് എപ്പോഴും നമ്മൾ സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കുന്ന പോലത്തെ ഒരവസ്ഥയാണ്. ഒരിക്കലും അത് സ്റ്റേഷനറി ആയി നിന്ന് അടിയിൽ അത് സെറ്റിൽ ചെയ്യാനായിട്ട് അതിനെ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഏത് സ്റ്റേറ്റിലോട്ട് നിൽക്കാൻ നിൽക്കും, കൊളോയിഡൽ സ്റ്റേറ്റിലോട്ട് നിൽക്കാൻ നിൽക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചതിന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.